ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് നല്ല പാസിങ് ചെയ്യാൻ കഴിയുന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇത് നമ്മുടെ ടീംമേറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് പാസിങ് എന്നുള്ളത് അല്ലേ. കാരണം ഗ്രൗണ്ടിൽ ഒരു ടീമിൻ്റെ ക്യാരക്ടർ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പാസിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ടീമിൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത്. അത് എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോൾ ടീം തോറ്റു നിൽക്കുന്ന സമയത്താണെങ്കിലും കളിയുടെ തുടക്കത്തിലാണെങ്കിലും കളിയുടെ അവസാന നിമിഷങ്ങളിലാണെങ്കിലും ഒക്കെ ആ ക്യാരക്ടർ നമുക്ക് പാസിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റും. യോഹാൻ ക്രൈഫ് പറഞ്ഞതുപോലെ ദ ക്വാളിറ്റി ഈസ് ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ ദി റിസൾട്ട് അല്ലേ. അതായത് റിസൾട്ടിലാണ് നമ്മുടെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് നല്ല പാസ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല പാസ് എന്നത് മാത്രമല്ല റിസൾട്ട് കൂടി വരുന്ന പാസിങ്ങുകളായിരിക്കണം എന്നുള്ളതാണ്. യോഹാൻ ക്രൈഫ് ഒരിക്കൽ പറയുകയുണ്ടായി ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. കാരണം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പാസ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമല്ല അത് ആ കളിയുടെ ഗതിയെ എങ്ങനെ മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി നമുക്ക് പാസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് വിഷൻ എന്ന് പറയുന്നത്. എപ്പോൾ പാസ് ചെയ്യുമ്പോഴും നമുക്ക് വിഷൻ ഉണ്ടായിരിക്കണം. വിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഹെഡ് അപ്പായിട്ട് തന്നെ കളിക്കാൻ കഴിയണം. എങ്ങനെയാണ് നമുക്ക് തലയുയർത്തി കളിക്കാൻ പറ്റുക? ഒന്നാമതായിട്ട് നമുക്ക് കംഫർട്ട്നെസ് വേണം ബോളുമായിട്ട് അല്ലെ. ബോൾ കൺട്രോൾ വേണം. ഈ ബോൾ കൺട്രോളും ബോളുമായിട്ടുള്ള കംഫർട്ടൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തല ഉയർത്തി അല്ലെ ബോളിന് വല്ലാതെ ശ്രദ്ധിക്കാതെ ബോളിൽ ഒരുപാട് നമ്മുടെ അറ്റൻഷൻ കേന്ദ്രീകരിക്കാതെ തന്നെ നമുക്ക് ചുറ്റും നോക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ പലപ്പോഴും പല കോച്ചുമാരും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ചെറുപ്രായത്തിലെ തല ഉയർത്തി കളിച്ച് തന്നെ ശീലിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 15 വയസ്സോ 16 വയസ്സോ അതിന് ശേഷം തല ഉയർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ പാസ് കൊടുക്കുന്നത് കറക്റ്റ് ടൈമിലാണോ എന്നുള്ളത്. കറക്റ്റ് ടൈമിൽ പാസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കളിക്കുന്ന ആളുകളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായേ മതിയാവും. എങ്കിൽ മാത്രമേ അയാൾ പറയുന്ന അല്ലെ ആ ഒരു ടീംമേറ്റിനെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സാധാരണ കണ്ടം കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടം കളിയിലൊക്കെ നല്ല പാസ് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ പാസ് കൊടുക്കുന്ന ആൾ വയറൊക്കെ ചാടി ഓടാൻ പറ്റാത്ത ഒരാളായിരിക്കും. അയാൾക്ക് നല്ലൊരു പാസ് ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതിന് നല്ല പാസ് എന്ന് പറയില്ല. എന്നാൽ ആ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് ഓടിയെടുക്കാൻ പറ്റാത്തൊരു പാസ്സാണ്. അപ്പോൾ ആ കളിയിൽ ആ പാസ് കൊണ്ട് വലിയ ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല. പക്ഷേ ടെക്നിക്കലി നിങ്ങൾ നല്ലൊരു പാസ് കൊടുത്തോ ചിലപ്പം ഓക്കെ നല്ലൊരു പാസ് കൊടുത്തു എന്നൊക്കെ പറയാൻ പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ. എത്ര വെയിറ്റിലാണ് നിങ്ങൾ പാസ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും വരുത്തുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകിൽ ചിലപ്പോൾ ഒരാൾ നമ്മൾ പാസ് കൊടുക്കുന്ന ആളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇയാളുടെ കാലിലേക്ക് ആ ബോൾ കിട്ടേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബോൾ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ പുറകിൽ ആളുടെ എന്നൊക്കെ നമ്മൾ ഷൗട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ ആ വെയിറ്റ് കൂടി നന്നായിട്ട് ക്രമീകരിച്ചിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ ഒന്ന് ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ കണക്ക് കൂട്ടലുകൾ വേറെ ആയിരിക്കും. അത് എല്ലാ സിറ്റുവേഷനിലും ഇറങ്ങി വന്നിട്ട് പാസ് വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. അതിൽ പല രീതികളിലുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൈകൊണ്ട് ആംഗ്യം കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചില ബോഡി ഗെസ്റ്ററിൽ നമ്മൾ ഒപ്പം കളിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ബോഡി ലാംഗ്വേജ് വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പാസ് കൊടുക്കുമ്പോൾ മാത്രമല്ല നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് തൊട്ട് ഒരു പ്ലെയറുടെ ബോഡി ലാംഗ്വേജിന് വലിയ ഇമ്പാക്റ്റാണ്. അയാളുടെ കളിയിലും അതേപോലെ തന്നെ കൂടെ കളിക്കുന്ന ആളുകൾക്കും കാണികൾക്കാണെങ്കിൽ അവർക്കും എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ബോഡി ലാംഗ്വേജായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പാസ് കൊടുക്കുന്ന സമയത്തും ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. നിങ്ങൾ കാലുകൊണ്ട് പാസ് കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കൈകൾ കൊണ്ട് ഗെസ്റ്ററുകൾ കാണിക്കാം. നിങ്ങൾക്ക് ആ പൊസിഷൻ ഞാൻ എങ്ങോട്ടേക്കാണ് പാസ് കൊടുക്കുന്നതെന്ന് കാണിക്കാം. അല്ലെങ്കിൽ ഒരു ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഫ്രീ സ്പേസിലേക്ക് വന്നിട്ട് പാസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആളുകളോട് പറയാം. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജോട് കൂടി തന്നെ നമ്മുടെ സംസാരങ്ങളും കമ്മ്യൂണിക്കേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും കൂടി നമ്മുടെ പാസിങ്ങിൽ ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ന് പറയുന്ന പാസുകൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത
സ്ഥലങ്ങളിൽ റിസ്ക് എടുത്ത് പാസ് ഇട്ടിട്ട് ബോളിൻ്റെ പൊസഷൻ കളയുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ത്രൂ പാസ് കൊടുക്കുമ്പോൾ നമുക്കറിയാം അത് ആ ത്രൂ ആയിക്കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് പ്ലേയേഴ്സിനെ മറികടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അറ്റാക്കർ അവിടെ ഉണ്ട്, അയാൾക്ക് ആ ബോൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് റിവാർഡ് കൂടുതലാണ്, അതൊരു ഗോൾ നമുക്ക് കിട്ടും. ആ റിസ്ക് ഇനിയിപ്പോൾ ആ ബോൾ പോയാലും അവിടെ ഒരു ത്രെറ്റ് വന്നതുപോലെ ആ കളിയിൽ ഫീൽ ആവുകയും ചെയ്യും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജും നമ്മുടെ ടീമിന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റിൽ അത് പറയുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.